ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ മൊത്തം ഏരിയകളിൽ നമ്മളൊരു കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മോഡുലാർ ടൈപ്പ് കിച്ചൺ നമുക്ക് നീറ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വയറിങ് കാര്യങ്ങൾ എവിടെയൊക്കെ സ്വിച്ച് ബോർഡ് കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇറ്റാലിയൻ മാർബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്, വൈറ്റ് മാർബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് തന്നെ വരുന്നുണ്ട്, ഗ്രാനൈറ്റ് തന്നെ വൈറ്റ് ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ട്രീറ്റഡ് ആണ്, കുറച്ച് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കാര്യം പൈപ്പിന് വേണ്ടിയിട്ടൊക്കെ തുളയ്ക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചിന്നി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് വളരെ കെയർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ പറയുന്ന വൈറ്റ് മാർബിൾസ് നമുക്ക് ഒന്ന് ഗ്രാനൈറ്റ്സ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൽ ഷേപ്പ് വരുന്ന രീതിയിലാണ് നമ്മുടെ കിച്ചൻ്റെ കബോർഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ സിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ കബോർഡിൻ്റെ മുകളിൽ തന്നെ നമുക്ക് സിങ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചിമ്മിണി വരുന്നുണ്ട്, പിന്നെ അത്യാവശ്യം മോട്ടറിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വരുന്ന പ്ലഗ് കാര്യങ്ങൾ, ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയകളിലുള്ള പ്ലഗുകൾ വരുന്നുണ്ട്. നമ്മളൊരു ഗ്രാനൈറ്റിൻ്റെ ടോപ്പ്, അതായത് കബോർഡ് ചെയ്ത് ഗ്രാനൈറ്റിൻ്റെ ടോപ്പ് വരുന്ന സമയത്ത് 85 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ ഇടയ്ക്കാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് കിട്ടേണ്ടത്. അപ്പോൾ 90 സെൻറ്റിമീറ്റർ നമ്മൾ മാക്സിമം വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മുകളിൽ നിന്നും ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ സ്വിച്ച് ബോർഡ് കൊടുക്കുക. അതിന് മുകളിലേക്കാണ് നമ്മുടെ മുകളിലുള്ള കബോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 30 സെൻറ്റിമീറ്റർ എന്തിന് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കബോർഡ്, അതായത് കിച്ചണിൽ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ ബോർഡുകൾ, സ്വിച്ച് ബോർഡുകൾ മറഞ്ഞു പോകാതിരിക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ 3 പിന്നുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും താഴെയാണ്, അത് കബോർഡിനോട് ചേർന്നിട്ടാണ്, ആ ഗ്രാനൈറ്റിനോട് ചേർന്നിട്ടാണ് സ്വിച്ച് ബോർഡ് വരുന്നതെങ്കിൽ നമ്മുടെ 3 പിന്നുകൾ കുത്തുന്ന സമയത്ത് 3 പിന്ന് ചിലപ്പോൾ അതിൻ്റെ അടിവശം ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതൽ ടൈറ്റായിട്ടിരുന്നിട്ട് അതിൻ്റെ അടിവശം വയറ് വന്ന് ടൈറ്റായിട്ടിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതായത് മിക്സിയോ അതുപോലെ ഇൻഡക്ഷൻ കുക്കറോ നമ്മൾ താഴെ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലെങ്കിലും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. താഴത്ത് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഭിത്തിയോട്, അതായത് ആ ചുമരിനോട് ചേർത്ത് വെച്ചാൽ കൂടിയും നമുക്ക് ആ സ്വിച്ച് ബോർഡുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങേയറ്റത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു പ്ലഗും സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങേയറ്റത്ത് നമ്മൾ അതുപോലെ 2 പ്ലഗും 2 സ്വിച്ചും കൂടി വരാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ചിമ്മിണി കൊടുത്തിരിക്കുന്നത്, അതായത് ചിമ്മിണി ഹോബിന് വേണ്ടിയുള്ള ഓപ്ഷൻ ചെയ്തിരിക്കുന്നത്. അത് താഴെ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ചില ഹോബുകൾ നമ്മൾ വരുന്ന സമയത്ത് സപ്ലൈ കൊടുക്കുന്ന ഹോബുകൾ വരാറുണ്ട്, ചിമ്മിണി വരാറുണ്ട്. അത് ഇപ്പോൾ ചിലത് ബാറ്ററി വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് താഴെ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. പ്ലഗ് സോക്കറ്റ് ഉണ്ട്, മുകളിൽ ഒരു സ്വിച്ച് ബോർഡ് പ്ലഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ സിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. സിങ്കിൻ്റെ ഏരിയയിലാണ് നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ചിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് പവർ പ്ലഗ്, ഇൻഡക്ഷൻ കുക്കറിനോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞൊരു മിക്സി കാര്യങ്ങളൊക്കെ നോർമൽ പ്ലഗുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് മോട്ടറിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മോട്ടറിൻ്റെ സ്വിച്ചിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിമ്മിണിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ 2 പ്ലഗ് സോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് പ്ലഗ് ഉപയോഗിക്കാൻ പറ്റുന്ന 1-2 പ്ലഗ് കൂടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിൽ വന്നിരിക്കുന്ന മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡുകൾ കാര്യങ്ങൾ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ കബോർഡിൻ്റെ അകത്ത് വരുന്ന ലൈറ്റുകൾ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ പ്ലഗിലേക്ക് നമുക്ക് ഈ പറയുന്ന സ്വിച്ച് ബോർഡുകളിലേക്ക് ഉൾപ്പെടുത്തിയാലും വിഷയമില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.